ഇരിപ്പ് കൊണ്ട് അടി വാങ്ങി. അങ്ങനെ ഒരുത്തനെ വിടാൻ പാടില്ല. ഇന്ന് അവന്റെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്ത ഡാമേജ് ഉണ്ടാവണം. അദ്ദേഹം ഒന്ന് നേരിടാൻ പോകുന്ന പ്രശ്നം എന്തായിരിക്കും? എങ്ങനെയായിരിക്കും അത് വരാൻ പോവാ? ഇന്ന് അവൻ അനുഭവിക്കാൻ പോകുന്ന പ്രശ്നം ഞാനായിരിക്കണം. അവന്റെ മരണം കാണണം. നോക്കി നിൽക്കണ എന്തിനാടാ? വാ പോയി പണിതിട്ട് വരാം. ശത്രു കൺമുമ്പിലുള്ളപ്പം വിടുന്ന എന്തിനാടാ? വാ പോകാം. അവനെ കണ്ടുടനെ തന്നെ എനിക്ക് അവനെ കൊല്ലാനാ തോന്നിയത്. പക്ഷേ ഞാൻ അടങ്ങി. എന്തിനാടാ? കുറച്ചു സമയം കഴിഞ്ഞ എല്ലാവരും കൂടെ ദീപാവലി പടക്കം പൊട്ടിക്കുന്ന തിരക്കിലായിരിക്കും. ആ സമയത്ത് ശ്രീകരനെ പുറത്തേക്ക് കൊണ്ടുവന്ന് ആ ആവനിയെ കുറിച്ച് നിനക്ക് ഉറപ്പായും അറിയാതിരിക്കില്ല. എവിടെയാണെന്ന് പറയുന്നത് വരെ മരണം കാണിക്കണോടാ. പറഞ്ഞില്ലെങ്കി കൊന്നുകളയണോടാ. ഈ ദീപാവലി എനിക്ക് മധുരമുള്ള ഓർമ്മകളായി നിലനിൽക്കണം. അദ്ദേഹത്തിന് ഒരു പ്രശ്നം ഉണ്ടാവാൻ പാടില്ല. പേടിച്ചു പോയോ താൻ? പിന്നെ പെട്ടെന്ന് അങ്ങനെ വന്നു കഴിഞ്ഞാൽ പേടിക്കാതിരിക്കോ? അമ്മയും അച്ഛനും അവിടെ വലിയ തിരക്കിലാടോ. മറ്റേ ടീംസ് പടക്കം പൊട്ടിക്കാനുള്ള പരിപാടിയില്ല. ഇനി ഇപ്പൊ ആരും വരില്ല. താൻ ഒന്നുകൊണ്ട് പേടിക്കണ്ട. ഈ കോയിന് നോക്കി നിന്ന് മറ്റെല്ലാം മറന്ന പോലെ ഉണ്ടല്ലോ. നിങ്ങളുടെ ചേച്ചിക്കും ചേട്ടത്തിക്കും കാവ്യക്കും കിട്ടാത്ത ഈ ഭാഗ്യം എനിക്ക് ലഭിച്ചതില് വളരെ വളരെ സന്തോഷമുണ്ട് ഏട്ടാ. താനും ഇപ്പൊ മരുമകൾ തന്നെ. കോയിൻ സ്വീകരിക്കാനുള്ള അർഹതയും തനിക്കുണ്ട്. അമ്മ സഹായിച്ച് ഇനിയെല്ലാം നന്നായി നടക്കുന്നതിനുള്ള സൂചനയാടോ ഇത്. ഈ സന്തോഷത്തെക്കാൾ മരുമകളായി എന്നെ ഇവിടെ അംഗീകരിക്കുന്ന ദിവസം എന്റെ സന്തോഷം ആകാശത്തെ പോലെ നിറയ്ക്കുവേട്ടാ. അങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ വരാൻ വേണ്ടി ഇപ്പൊ കുറച്ചൊക്കെ സങ്കടം അനുഭവിക്കുന്നതിലും തെറ്റില്ലടോ. എന്റെ അമ്മ എനിക്ക് തന്ന ഈ സമ്മാനം ഉണ്ടല്ലോ, ഞാൻ ഭദ്രമായിട്ട് സൂക്ഷിക്കും. ഇനി അങ്ങോട്ട് അമ്മയുടെ കയ്യിൽ നിന്നും ഇതുപോലുള്ള സമ്മാനങ്ങൾ തനിക്ക് പ്രതീക്ഷിച്ചോണ്ടിരിക്കാം. താങ്ക്സ് ഏട്ടാ. പുറത്തെ ദീപങ്ങൾ തെളിയിക്കാനുള്ള പരിപാടി നോക്കണം. ഞാൻ ചെല്ലട്ടെ. എന്താ? ഞാൻ ഒരുപാട് ഭാഗ്യം ചെയ്തവന്. നല്ലൊരു വീട്ടിൽ ജനിച്ചത് തന്നെ നിങ്ങളുടെ ഭാഗ്യമല്ലേ? താനീ പറഞ്ഞോണ്ട് മാത്രമല്ല, പിന്നെ നല്ലൊരു പെൺകുട്ടിയെ തന്നെ ഭാര്യയായിട്ട് കിട്ടിയോണ്ട. എല്ലാവർക്കും ദീപാവലി അവരുടെ ജീവിതത്തിലേക്ക് വെളിച്ചം കൊണ്ടുവരുമ്പോ എന്റെ ജീവിതത്തിലേക്ക് മാത്രം ഇങ്ങനൊരു മാലാഖ തന്നെയാ വെളിച്ചം കൊണ്ടുവന്നത്. ഇതൊക്കെ ഒരു ഇത്തിരി ഓവറല്ലേ? അല്ലടോ, ഞാൻ തന്നെ വെറുതെ പുകഴ്ത്തിയതൊന്നും അല്ല കേട്ടോ. ഞാൻ വല്ല കവിയോ ആയിരുന്നെങ്കിൽ പേനയും എടുത്ത് തന്നെ പറ്റി ഒരു 100 കവിത എഴുതിയേനെ. ആ ഓഫ് കോഴ്സ്, എന്റെ മനസ്സില് ഞാൻ തന്നെ പറ്റി കുറെ കവിത എഴുതിയിട്ടുണ്ട്. അത് വേറെ കാര്യം. നിങ്ങൾ പിന്നെ എന്നെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുക. പെണ്ണുങ്ങളുടെ അറ്റൻഷൻ കിട്ടാൻ വേണ്ടി വെറുതെ ഓരോന്ന് പറഞ്ഞ് പുകഴ്ത്തുന്ന ആൾക്കാരുള്ള സമൂഹം ഇത്. അപ്പൊ പിന്നെ ഇത്രയും സുന്ദരിയായ എന്റെ ഭാര്യയെ പറ്റി ഞാൻ പുകഴ്ത്തി പറയുന്നതിൽ എന്താ തെറ്റ്? ശരി, ഇപ്പൊ എന്നെ വിട്ടാ എനിക്ക് പോവായിരുന്നു. ശരി, ഞാനും ഹെൽപ്പ് ചെയ്യാം. താൻ വന്നേ. നിങ്ങൾ എന്തായാലും
ഇന്നത്തെ ദിവസം ഒരുപാട് ശ്രദ്ധയോടെ ഇരിക്കണം. എന്താണെന്ന് വെച്ചാ നിങ്ങളുടെ ജാതകബലം ശരിയല്ല. ഓ എന്റെ അമ്മേ, ഇത് എത്ര പ്രാവശ്യത്താ ഓർമ്മിപ്പിക്കുന്നേ? രാത്രിയാകുന്നത് വരെ ഞാൻ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും. ആ ശരി, നടന്ന് വാ. എല്ലായിടത്തും ആവനിയുടെ മുമ്പിൽ നമ്മൾ കൊച്ചായിക്കൊണ്ടിരിക്കുക. പുറത്തുനിന്ന് വന്നതിന് എല്ലാ ഭാഗ്യവും കിട്ടുന്നു, നമുക്ക് കിട്ടുന്നതോ ദുർഭാഗ്യവും. ആ ആവനിയെ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ലേ? നിന്നെ കൊണ്ടേ പറ്റുന്നില്ല. ഞങ്ങൾ വിചാരിച്ച പിന്നെ എന്താവാനാ? മഹിളാമണികളെ, നിങ്ങൾ ഒന്നും ആലോചിക്കണ്ട. നിങ്ങളുടെ അഭിമാനത്തിന്റെ വാതിൽ തുറക്കുന്ന അത്ഭുതകരമായൊരു ഉപായമുണ്ട്. പടക്കപ്പെട്ടിയും കൊണ്ടുവന്നിട്ട് എന്തുപായോന്നാ പറയുന്നേ? ഈ കുട്ടിത്തലയ്ക്ക് എല്ലാം മനസ്സിലാക്കാനുള്ള ബുദ്ധിയുണ്ടോ? ആദ്യം നിങ്ങൾ കാര്യം എന്താന്ന് പറ. ഇന്നത്തോടുകൂടെ ആ അവനിയുടെ കഥ കഴിയും. അത്രയും നല്ല പ്ലാനിങ് കൊണ്ടാ വന്നേ. എന്റെ കെട്ടിയോനെ എനിക്ക് അത്ര വിശ്വാസമില്ല. നീ പറ അനിയ. അതെ, ഇത്രയും കാലം പെണ്ണുങ്ങളുടെ പ്ലാനൊക്കെ ഫെയിൽ ആയി പോയില്ലേ? അതുകൊണ്ട് ഫൈനൽ പ്ലാൻ ആണുങ്ങളുടെ വക. അളിയ എടുക്കളിയ. ഇതാ നമ്മുടെ ആയുധം. ഈ പടക്കവും വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാനാ? ഇത് കത്തിച്ച പൂക്കള് വിരിയുന്നത് പോലെ ഇത് വിരിയില്ല ചേച്ചി. പിന്നെ വലിയൊരു ശബ്ദത്തോടെ പൊട്ടും, ബോംബ് പൊട്ടുന്നത് പോലെ. ഈ ബോംബ് എറിഞ്ഞ പൊട്ടില്ല, കത്തിച്ചാലേ പൊട്ടത്തുള്ളൂ. ഇത് പ്ലാൻ പ്രകാരം ആവനിയുടെ കയ്യിലൊന്ന് എത്തിച്ചാ മതി. ആവനി ഇതൊന്ന് കത്തിച്ചാ മതി, തീർന്നു. അതോടെ ആവനിയുടെ കാര്യം ഭൂം. ആ ദൃശ്യം ഒന്ന് ഒറ്റത്തവണ നിങ്ങൾ മനസ്സിൽ കാണ്. എന്ത് രസായിരിക്കല്ലേ? 1 2 3. മനസ്സിൽ കണ്ടു, ഒരത്ഭുതം സംഭവിച്ച പോലെ. ബോംബിന്റെ ശബ്ദം DTS പോലെ നിങ്ങൾ കേട്ടില്ലേ? ആ കേട്ടു കേട്ടു. നിങ്ങൾക്ക് എന്തായാലും ബുദ്ധിയുണ്ടെന്ന് തെളിയിച്ചു. ഇതൊക്കെ ഒരിടത്ത് വെക്കാം. ഈ പൂത്തിരി പടക്കം മറ്റൊരിടത്ത്. പൊട്ടിക്കാൻ നേരത്തെ നമുക്കിത് കൊണ്ടുവരാം. അത് നല്ല ഐഡിയ. അല്ലെങ്കിൽ മിക്സ് ആയി പോവും. ആദ്യം ബാക്കിയുള്ള പരിപാടികൾ നോക്കാം. വാ. അതല്ല, നമ്മുടെ മുത്തുമണി കാവ്യന്തി ആ ദീപം വെക്കുന്നിടത്ത് എവിടെയെങ്കിലും കാണും. വന്നേ. വാ. അമ്മേ അമ്മേ, ഇവരിതെവിടെ പോയി? പടക്കങ്ങൾ കൊണ്ടുവന്നോ? ഇത് സെപ്പറേറ്റ് ആക്കി വെച്ചതെന്താ? മറന്നുപോയതാവും. ഇതിലെല്ലാം ഉണ്ടല്ലോ. ഏയ്, രാത്രിയിൽ അവന്റെ മരണത്തിന് മുഹൂർത്തം കുറിച്ചിട്ടില്ലേ? ഇനി എന്തിനാ ആലോചിക്കുന്നേ? അത് വിട്ടേക്ക്, സമാധാനമായിട്ട് കള്ളുടിക്കല. പിടിക്ക്. അവൻ ഒറ്റൊരുത്തൻ കാരണം എന്റെ സമാധാനമൊക്കെ നശിച്ചു പോയത്. അവൻ വഴി തന്നെ ഞാൻ ആവനിയെ കണ്ടെത്തും. അപ്പോഴേ എനിക്ക് സമാധാനം ഉണ്ടാകൂ. എല്ലാവരും ദീപം തെളിയിക്കാൻ തുടങ്ങുമ്പോൾ അവനെ പൊക്കിക്കൊണ്ട് വരാം.
സത്യം അറിയാൻ വേണ്ടി എന്തും ചെയ്യാം. പറഞ്ഞില്ലെങ്കിൽ അവന്റെ ദീപം അണച്ചു കളയാം. അവനി, നീ എവിടെയാ ഒളിച്ചിരിക്കുന്നതെന്ന് ഇന്ന് ഞാൻ മനസ്സിലാക്കിയിരിക്കും. നിന്റെ മുമ്പിൽ ഞാൻ വരും. ഗെറ്റ് റെഡി ഫോർ ദാറ്റ്. വേദ, ഞാനിപ്പോ വരാം കേട്ടോ. ധരവദന കമല ധലലോചന മോഹനവം സിവിഹാരി. ഡാ, ഇരുട്ടായി തുടങ്ങി. ആ വീട്ടിലെ ദീപങ്ങൾ തെളിഞ്ഞിട്ടുണ്ടാവും. ഇരുട്ടത് അവനെ പോയി പൊക്കി നമുക്ക് ആ റിവഞ്ച് അങ്ങ് തീർക്കാം. അവനെ പുറത്തേക്ക് ഇറക്കണമെങ്കിൽ അതിനൊരു പ്ലാൻ ഉണ്ടാവണം. നമുക്ക് പുറത്ത് കാത്തിരിക്കാടാ. ഇന്നത്തെ അവന്റെ വിധി നമ്മുടെ കയ്യിൽ പെടാനാണെങ്കിൽ അവനായിട്ട് വന്ന് പെടും. ഡാ, അങ്ങനെ വിടാൻ പാടില്ലടാ. നമുക്കൊരു പ്ലാൻ എന്തായാലും സെറ്റ് ചെയ്യാം. വസന്തേ, എന്താ? നിന്റെ ശത്രു അല്ല, നമ്മുടെ ശത്രു ഉണ്ടല്ലോ, അരമണിക്കൂർ കൊണ്ട് ഇവിടുന്ന് കാണാതാവും. കണ്ണു നിറച്ച് കണ്ടോ? ലവണ്യ, എന്താ? കുറച്ച് സമയങ്ങൾക്ക് ശേഷം നമ്മുടെ ഈ ശത്രുവില്ലേ, ആകാശത്തൊരു നക്ഷത്രമായി മാറും. അതിനു മുൻപ് കണ്ടോ? ആ മനോഹരമായ നിമിഷം എപ്പോഴാണ് സംഭവിക്കുന്നത് കാത്തിരിക്കുകയാണല്ലേ? അതെ ഏട്ടാ. ആ സെക്കൻഡിൽ നീ ഭർത്താവിന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് പറയും, നിങ്ങളൊരു ബുദ്ധിമാൻ തന്നെയെന്ന്. എന്നെ അഭിനന്ദനങ്ങളിൽ മുക്കിക്കളയും. ആ സമയൊന്നും ആയിക്കോട്ടെ. നിങ്ങൾ ഇപ്പൊ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ വലിയ സർപ്രൈസ് തരും നിങ്ങൾക്ക്. ആ? ഇതെന്താ അളിയ? ആ സൈഡിൽ ഏട്ടൻ ഏട്ടത്തിയുടെ ചെവിയിലും ഈ സൈഡിൽ അളിയൻ ചേച്ചിയുടെ ചെവിയിലും എന്തൊക്കെയോ പറയുന്നുണ്ടല്ലോ. അതെ, അങ്ങനെയൊന്നും ഇല്ല അളിയാ. എല്ലാരും പുറത്തിറങ്ങിയിട്ടുണ്ടാവും സുരേന്ദ്ര. എന്നാ പോയി ആഘോഷം തുടങ്ങിയാലോ? ആ വാ. അവനി, മോൾ ഇതൊക്കെ ചെയ്യുമോള്. അമ്മ ഇപ്പൊ തന്നെ വരാം. ശരി അമ്മേ. അവൻ പുറത്തേക്ക് വരുന്നുണ്ട് സുരേന്ദ്ര. അവന്റെ സമയം ശരിയല്ലെങ്കിൽ അവനായിട്ട് തന്നെ പുറത്തു വരുമെന്ന് ഞാൻ പറഞ്ഞതല്ലേ? ഹലോ, ആ പറ ശേഖർ. ഹാപ്പി ദിവാലി ശ്രീകർ. താങ്ക് യു. വിഷ് യു ദ സെയിം. പതുക്കെ പോയവനെ പൊക്കാം. പോടാ. സ്നേഹിക്കരേട്ടൻ എവിടെ?
ഞാൻ മോർണിംഗ് തന്നെ വിളിക്കാവേ കേട്ടോ. ഏട്ടനത് എവിടെ പോയി? ശ്രീകരേട്ടാ, നീ കാരണം ശ്രീകരേട്ടാ, നീയാണോടാ? ഞാൻ തന്നെയാടാ. ആവനി എവിടെയുണ്ടെന്ന് പറഞ്ഞാൽ നിന്നെ വെറുതെ വിടാം. ഇല്ലെങ്കിൽ എങ്ങോട്ടേലും കൊണ്ടുപോയി അവിടുന്ന് മുകളിലേക്ക് നിന്നെ പറഞ്ഞയക്കും. ശ്രീകരേട്ടാ, ഓണിയെ കുറിച്ച് നീ എന്തിനാണ് അറിയുന്നേ? ഇതുകൊണ്ട് കാര്യമില്ല, വലിച്ചോണ്ട് വാടാ, അവനെ കൊണ്ടുപോവാ. ഡാ, ഡാ, ഡാ. അവനീ അവനി, താൻ ഇങ്ങോട്ട് വരണ്ട. അവനി, ഡാ, നമുക്ക് വേണ്ടത് ആവനിയാടാ. ഇവനെ പുറത്തേക്ക് കൊണ്ടുവന്നപ്പോ അവള് വന്നില്ലേ? അതായത് രണ്ടുപേരും നല്ല കമ്മ്യൂണിക്കേഷനിലുണ്ടെന്നുള്ള സാരം. അവനി, അവനി, താൻ ഇങ്ങോട്ടേക്ക് വരണ്ടോ? എനിക്ക് നിന്നെ ആവശ്യമില്ല, ആവനിയെ മാത്രമേ ആവശ്യമുള്ളൂ. അവള് വരട്ടെ ബ്രദർ. ഡാ, മുറുക്ക് പിടിച്ചോടാ. അവനി, താൻ ഇങ്ങോട്ട് വരണ്ട. അവളെ വിടടാ. അവനി, ഇത്ര ഈസി ആയിട്ട് കിട്ടുമെന്ന് കരുതിയില്ല അവനി. നിന്റെ അളിയന്റെ കണ്ണിപ്പെടാതെ കിടന്ന് കറങ്ങുവാണോ? നീ എന്താ ശ്രീകറുമായിട്ട് സെറ്റായോടി? ഇന്നെന്റെ രാശിപ്പലകയില് നല്ലതാ എഴുതിയത് ശ്രീകർ. കൊണ്ടുപോയി ഓർത്തും മുറിച്ചിടാം. എന്റെ ഭാര്യ വിടടാ. എന്താ പറഞ്ഞേ? എന്റെ ഭാര്യ വിടറ നായെന്ന്. രക്ഷപ്പെടാനുള്ള സ്കെച്ചാ? വിടറോ. നിന്റെ കയ്യിൽ നിന്ന് സ്വന്തം ഭാര്യയെ സംരക്ഷിക്കാൻ എന്റെ ഭർത്താവിന് അത്രയും വലിയ കള്ളം പറയേണ്ട ആവശ്യമില്ലടാ.
ഓ ഗോഡ്, ഇതെല്ലാം സത്യമാണെന്ന് എനിക്ക് ഒട്ടും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഞാനിപ്പോ ശ്രീഹരന്റെ ഭാര്യയാണ്. ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടാൻ നിൽക്കരുത്. എന്റെ ഭർത്താവിനെ വിട്ടിട്ട് മര്യാദയ്ക്ക് പോ. നീ എന്റേതല്ലാതെ മറ്റാരുടേതുമാകാൻ പാടില്ല. അവനെ കൊന്ന ശേഷം നിന്നെ ഞാൻ കൊണ്ടുപോയിക്കോളാം. ഡാ, ഡാ, അദ്ദേഹത്തെ ഒന്നും ചെയ്യരുത്. ഡാ, വിട്, അദ്ദേഹത്തെ ഒന്നും ചെയ്യരുത്. വിടാനല്ലേ പറഞ്ഞേ? ശ്രീഹരേട്ടാ, വിട്. ദയവേത് അദ്ദേഹത്തെ ഒന്നും ചെയ്യരുത്. വിടോ. ഇവൻ എന്നെ ഒന്നും ചെയ്യില്ല. അവനവന്റെ കൈവിട്ട് ഓടിപ്പോ എങ്ങോട്ടെങ്കിലും. അവൻ പോ അവനി, ഇവിടുന്നെങ്കിലും പോ. ഇവന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. നീ നോക്കിയാ എത്ര നോക്കടാ. ശ്രീഹരേട്ടാ. ശ്രീഹരേട്ടാ. നീ സൈലന്റ് ആയിട്ട് വന്നാൽ നിനക്കും ആ അവസ്ഥ ഉണ്ടാവില്ല. വാ, എന്നെ വിടടാ. വിട്, വിട്. ഏയ്, നീ